മാസ് ലുക്കിലും ചോക്ലേറ്റ് ഹീറോ ലുക്കിലും നമ്മൾ ഒരുപാട് വിസ്മയിപ്പിച്ച നമ്മുടെ സ്വന്തം അരുൺ ജി രാഘവ്. സീരിയൽ കരിയറിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് ശേഷം മഹാലക്ഷ്മിയിലെ കണ്ണൻ. മഹാലക്ഷ്മിയുടെ പ്രത്യേകത പറയുന്ന ക്യാരക്ടർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതിൽ ആ വൈഫായിട്ടുള്ള ക്യാരക്ടറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് കാണുന്നത്. പല സ്ത്രീകളും ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡ്സിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടല്ലോ, അതൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ്. ഉത്തമ പുരുഷൻ. ആക്ച്വലി ഞാൻ അരുൺ ജി രാഘവ് എന്നുണ്ടല്ലോ, ആ നെയിം സെർച്ച് ചെയ്തായിരുന്നു ഗൂഗിളില്. അപ്പൊ ഞാൻ വേറൊരു പിക്ചർ കണ്ടു. എന്നിട്ട് ഞാൻ ഒരു വയസ്സായാളുടെ ഒരു വയസ്സായ ഗെറ്റപ്പ്, അയ്യോ ഇതല്ലല്ലോ. ഞാൻ തന്നെ അതൊന്ന് മാറ്റണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. ഇന്ന് ഒരു ആർട്ടിസ്റ്റിനെ റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ നടക്കുന്ന കാര്യമാണ് അല്ലേ? ഒരു സുപ്രഭാതത്തിൽ ഹീറോ മാറി വേറെ ഹീറോ വരുന്നു, ഹീറോയിൻ മാറി വേറെ ഹീറോയിൻ വരുന്നു. അപ്പോൾ ഹീറോയിൻ ഇത്രയും സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ബാക്കി ആർട്ടിസ്റ്റുകൾ എത്ര ഈസി ആയിരിക്കും റീപ്ലേസ് ചെയ്യാനായിട്ട്. പലർക്കും റിയാക്ട് ചെയ്യാൻ പേടിയാണ്. നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സീരിയലിലും സിനിമയിലൊക്കെ ഈ പറയുന്ന പോലെ ഹീറോ ആണ് എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു നായകനാകുക എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു മകനിരിക്കെ ഒരു മകളെ ദത്തെടുത്ത ഒരു കാര്യം വളരെ സന്തോഷത്തോടെ എല്ലാവരും മലയാളികൾ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. എന്താണ് മോളുടെ വിശേഷങ്ങൾ? ഹായ്, ഹലോ, വെൽക്കം ടു സീരിയൽ ടുഡേ. ഇറ്റ്സ് മീ നിമിഷാറാം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മലയാളി കുടുംബ പ്രേക്ഷകരുടെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു താരമാണ്. മാസ് ലുക്കിലും ചോക്ലേറ്റ് ഹീറോ ലുക്കിലും നമ്മൾ ഒരുപാട് വിസ്മയിപ്പിച്ച നമ്മുടെ സ്വന്തം അരുൺ ജി രാഘവ്. നമസ്കാരം. നമസ്കാരം. ആക്ച്വലി ഞാൻ അരുൺ ജി രാഘവ് എന്നുണ്ടല്ലോ, ആ നെയിം സെർച്ച് ചെയ്തായിരുന്നു ഗൂഗിളില്. അപ്പൊ ഞാൻ വേറൊരു പിക്ചർ കണ്ടു. എന്നിട്ട് ഞാൻ ഒരു വയസ്സായാളുടെ ഒരു വയസ്സായ ഗെറ്റപ്പ്, അയ്യോ ഇതല്ലല്ലോ. ഞാൻ തന്നെ അതൊന്ന് മാറ്റണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. അത് കണ്ടിരുന്നോ? അതെ അതെ അതെ, അത് എന്റെ തന്നെയാണ്, അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല. ഓക്കെ, അത് എനിക്ക് ഭാര്യ സീരിയലിൽ ചെയ്ത ഒരു ക്യാരക്ടറാണത്. അത് എങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ തന്നെ ഇത് എന്ന് വെച്ചാൽ അരുൺ രാഘവൻ സെർച്ച് ചെയ്ത ആദ്യം വരുന്ന ഇമേജ് അതാണ്. അപ്പൊ ഞാൻ ഓക്കെ, പിന്നെ അറിയാവുന്നവർക്ക് നമ്മളെ അറിയാത്തുള്ളൂ, അങ്ങനെ വിട്ടു. അല്ല, അപ്പൊ ഞാൻ ഇത് അല്ലല്ല, ആള് മാറിപ്പോയി. എന്നിട്ട് ശരിക്കും വിക്കിപീഡിയയിൽ വരണ്ടാണല്ലോ, എന്നിട്ട് എന്താ വരാത്തെന്ന് പറഞ്ഞാൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്തു. കാരണം റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ഇനീഷ്യലി കാണുന്ന ഇതായതുകൊണ്ടല്ലേ അരുൺ ജി രാഘവ് അല്ല, വെറും അരുൺ രാഘവ്. ഇങ്ങനെ എഗെയിൻ സെർച്ച് ചെയ്തു. ഇത് തന്നെ വരുന്നത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഇമേജ് അതാ. ഓക്കെ, നമ്മൾ ഈ അരുൺ രാഘവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഓടിയെത്തുന്നത് സ്വാഭാവികമായിട്ടും ഭാര്യ എന്ന സീരിയലിലെ കഥാപാത്രമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരുപാട് 10-ലധികം വേഷങ്ങൾ ഒരേ സീരിയലിൽ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 ക്യാരക്ടേഴ്സോളം അതിൽ വന്നു പോയിട്ടുണ്ട്. ചില ക്യാരക്ടേഴ്സിന് മൈനർ ഡിഫറൻസേ ഉള്ളൂ, പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 6 ഡിഫറെന്റ് ഗെറ്റപ്പുകൾ അതിൽ. ഒരു സർദാജി ആയിട്ടും ഒരു സ്ത്രീ വേഷം ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ വയസ്സായ ആളുടെ ചെയ്തിട്ടുണ്ട്, ഒരു മുസ്ലിം ഗെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതല്ലാതെ വേറെ 2 ഒരു ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള ഗെറ്റപ്പിൽ, അങ്ങനെ ഒരു ഏകദേശം ഒരു 6-7 ഫിസിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അത് വളരെ റെയർലി ആണ് നമുക്ക് സീരിയലിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്തൊരു വർക്കാണ്. എസ്പെഷ്യലി സ്ത്രീ വേഷം അല്ലേ? നമുക്ക് മൂവീസിലൊക്കെ ദിലീപ് ഏട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫലിപ്പിച്ചൊരു വേഷമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് സീരിയലില്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ വാക്സ് ഒക്കെ ചെയ്തു അല്ലെ, ഒരു ദിവസം തന്നെ പലതവണ വാക്സ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തതെന്ന്. അതെ 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 അതെ, ഒരു ദിവസം അതായത് വാക്സ് നമുക്ക് ഫ്രീക്വന്റ് അല്ല, പക്ഷെ ഷേവിങ് എനിക്ക് ഒരു ദിവസം 2 തവണയൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. എന്നുവെച്ചാൽ മൈനർ ആയിട്ടുള്ള ഗ്രോത്ത് പോലും നമുക്കത് ഫ്രെയിമിൽ ശരിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചിലപ്പോൾ 2 തവണ ഷേവ് ചെയ്യേണ്ടി വരും. അങ്ങനെ. അപ്പോൾ നമ്മുടെ കഥാപാത്രത്തിലോട്ട് വരുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഒരു ഹാർഡ്വെയർ ഓക്കെ IT ഫീൽഡിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം എങ്ങനെയാണ് സീരിയലിലോട്ടുള്ള ഒരു തുടക്കം? ഇത് ഒരുപാട് തവണ പറഞ്ഞതാണ്. എന്നാലും ലൈക്ക് ഞാൻ ഒരു ഓൾമോസ്റ്റ് 7 ഇയേഴ്സ് IT ഫീൽഡിൽ വർക്ക് ചെയ്തതാണ്. ഒരു നോർമൽ സിസ്റ്റം എഞ്ചിനീയർ ആയിട്ട് തുടങ്ങി ഒരു സെർവർ ലീഡായിട്ടാണ് ലാസ്റ്റ് ക്യാപ്ജമിനിയിൽ വർക്ക് ചെയ്ത് ബോംബെയിൽ. അവിടുന്ന് റിസൈൻ ചെയ്തു. ഈ ഒരു IT ഒരു 7 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ IT അറിയാലോ, ഭയങ്കര സ്ട്രെസ്സാണ്. പ്രത്യേകിച്ച് സപ്പോർട്ട് സർവീസസിൽ നമുക്ക് 24/7 ഒരു സമയമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫീസ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സാധനമില്ല. രാത്രി ചിലപ്പോൾ ഒരു ഇഷ്യൂവിൽ ട്രബിൾ ഷൂട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ 24 hours കണ്ടിന്യൂസ് വർക്ക് ചെയ്ത സമയം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എത്രയോ തവണ ബാംഗ്ലൂരായിരുന്നു ആദ്യം. അപ്പോൾ കൊച്ചി ബാംഗ്ലൂർ അല്ല, അന്ന് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ ബാംഗ്ലൂർ ട്രാവൽ ചെയ്യുന്നതിനിടയിൽ കാറ് നിർത്തി വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
പൂനെയിൽ ഞാനും വൈഫിൻ്റെ അമ്മയൊക്കെ കൂട്ടിയിട്ട് കല്യാണത്തിന് പോയിട്ട് ഇവർ സ്റ്റേജിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് കോൾ വന്ന് ഞാൻ തിരിച്ച് കാറിൽ ലാപ്ടോപ്പ് വരുന്നിട്ട് ഇവർ ലഞ്ച് കഴിയുമ്പോഴാണ് ഞാൻ ഫ്രീ ആവുന്നത്. അപ്പോൾ അത്രയും കുറേ അങ്ങനെയൊക്കെ ജീവിച്ചത് കൊണ്ട് ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മടുപ്പായി തുടങ്ങി. ഈ പഞ്ച് ഇൻ പഞ്ച് ഔട്ട് സിസ്റ്റം, പഞ്ച് ഇൻ പഞ്ച് ഔട്ട് ഇല്ല, ശരിക്കും പറഞ്ഞാൽ പഞ്ച് ഔട്ട് ഇല്ല, പഞ്ച് ഇന്നേ ഉള്ളൂ അവിടെ, ഔട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ 24/7 ഉള്ളൊരു സപ്പോർട്ട് സർവീസ് എന്നെ മെൻ്റലിയും ഫിസിക്കലിയൊക്കെ ഒരുപാട് എക്സോസ്റ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് എനിക്കിങ്ങനെ രാംദാസ് എന്ന് പറഞ്ഞിട്ട് വൈഫിൻ്റെ അച്ഛൻ്റെ റിലേറ്റീവാണ് പുള്ളി. ഇങ്ങനെ എനിക്ക് അന്ന് ജിമെയിലിൻ്റെ Gtalk ഉണ്ട്, അതിലിങ്ങനെ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ് എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് നോ, ഐ ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് പറഞ്ഞു. അതിൽ നിന്ന് തുടങ്ങിയതാണ്. അങ്ങനെ ഒരു സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് വിളിക്കുന്ന ഒരു ഇതുപോലെ ഒരു റൂമിൽ ക്യാമറയൊന്നും ഇല്ലാത്തൊരു ചെറിയ സ്ക്രീൻ ടെസ്റ്റ് ആയിരുന്നു അത്. എന്നോട് ഇങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എനിക്കിത് നമുക്ക് പറ്റിയ പരിപാടിയല്ല. ഞാൻ അങ്ങനെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് തിരിച്ച് ബോംബെക്ക് പോയി. അത് കഴിഞ്ഞ് എന്നെ രണ്ടാമത് പുള്ളി വിളിച്ചു, എന്നിട്ട് പറഞ്ഞു നമുക്ക് ഹീറോ വേണ്ട, വേറൊരു ക്യാരക്ടർ ചെയ്യാം. ഞാൻ പറഞ്ഞു അല്ല രാംദാസ് ഏട്ടാ, എനിക്കൊരു നിർബന്ധമില്ല, ഞാൻ വളരെ അവിചാരിതമായിട്ട് ഇതിൽ വന്നതാണ്, എനിക്ക് യാതൊരു നിർബന്ധമില്ല ഇതിൽ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ പുള്ളി വീണ്ടും രണ്ടാമത് പുള്ളിയുടെ നിർബന്ധത്തിനും പിന്നെ വീട്ടിൽ നിന്നുള്ള എല്ലാവർക്കും കിട്ടുന്നതല്ല, ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുന്നു. രണ്ടാമതൊരു ഓഡിഷൻ നടക്കുന്നു. ആ ഓഡിഷൻ കഴിഞ്ഞിട്ട് എന്നെ അതിൽ ഹീറോ ആയിട്ട് എടുക്കുന്നു. അതെന്തോ ഒരു ലൈക്ക് എനിക്ക് എൻ്റെ മുമ്പിൽ ലൈക്ക് ഐ ഒബ്സർവ് പീപ്പിൾ. സാധാരണ ഞാൻ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ കുറേ ഓഡിഷൻ ഞാൻ നേരിട്ട് എൻ്റെ മുമ്പിൽ ഒരു 4-5 പേര് ചെയ്തു പോകുന്ന കണ്ടതിൻ്റെ കോൺഫിഡൻസിലാവാം ഞാൻ അപ്പോൾ പെർഫോം ചെയ്തപ്പോൾ ഇത്തിരി ബെറ്റർ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അങ്ങനെ ഹീറോ ആയിട്ട് തുടങ്ങി അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് ഈ IT ഫീൽഡിൽ നിന്നൊക്കെ ഈ അഭിനയ മേഖലയിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഫാമിലിയിൽ നല്ല സപ്പോർട്ടായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ശരിക്കും ഒരു സ്റ്റേബിൾ ഇൻകം ഉള്ള സമയത്ത് നമ്മുടെ സീരിയൽ, മൂവി, മീഡിയ ഇൻഡസ്ട്രി അറിയാലോ, അവിടെ ഒരു സ്റ്റേബിൾ ഇൻകം അല്ല, നമ്മുടെ വർക്കും പ്രൊജക്റ്റും അനുസരിച്ചാണ്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് അങ്ങനത്തെ ഒരു കൺസേൺ ഒന്നും ഉണ്ടായിരുന്നില്ല ഇൻകമിലൊരു? ഇല്ല, ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അന്ന് ഞാൻ ജോലി വിട്ട് സീരിയൽ വരുമ്പോൾ എനിക്ക് സീരിയലിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. അപ്പം നമ്മളോടൊരു റെമ്യൂണറേഷൻ പറയുന്നു, അപ്പം പെർ ഡേ റെമ്യൂണറേഷൻ ആണ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സീരിയൽ 30 ഡേയ്സ്, അപ്പോൾ 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇത് ഇൻറ്റു ലൈക്ക് ഒരു 27-26 എങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഇൻകം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എനിക്ക് ബോംബെയിൽ അന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ഒരു മേ ബി ഒരു 15-20,000 കുറവായിരിക്കാം. പക്ഷെ കേരളത്തിലല്ലേ, എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാം, പിന്നെ അവിടെ പോയാൽ അതിൻ്റെ എക്സ്പെൻസ് അവർ കവർ ചെയ്യുമല്ലോ എന്ന്, ഇതൊക്കെയായിരുന്നു എൻ്റെ കാൽക്കുലേഷൻ. പക്ഷേ ഇത് 15 ദിവസം ഷൂട്ടുള്ളൂ എന്നുള്ളതും ഈ 15 ദിവസത്തിൽ ഒരു ഹീറോയിന് മാക്സിമം ഒരു 10 days ഒക്കെ വർക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളത് എനിക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ അപ്പ് ചെയ്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണി ആയിരുന്നു. എൻ്റെ കാറിൻ്റെ EMI അടക്കാനുള്ള പൈസ എനിക്ക് സീരിയലിൽ നിന്ന് കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ 1 year കഷ്ടി അത് സർവൈവ് ചെയ്ത് ആ സീരിയൽ കഴിയുന്നതോട് കൂടിയിട്ട് ഞാൻ പിന്നെ സീരിയൽ നിർത്തി. അച്ഛന് സ്റ്റുഡിയോ ഉണ്ട്, ഫോട്ടോഗ്രാഫിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പുതിയൊരു ബ്രാഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് വീണ്ടും അതിൽ ഒതുങ്ങിക്കൂടാൻ നിന്നപ്പോഴാണ് രണ്ടാമതൊരു സീരിയൽ ഞാൻ ഒഴിവാക്കി വിടാൻ നോക്കിയിട്ടും പിന്നെയും വളർന്നു കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ അത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ റെമ്യൂണറേഷൻ കൂട്ടി പറയുന്നത് അനാമിക എന്ന് പറഞ്ഞിട്ട് ശ്രീ മൂവീസിൻ്റെ ഒരു വർക്കായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒഴിവാക്കി വിടാൻ പറ്റാത്ത കുറച്ച് പേഴ്സണലി അറിയാവുന്ന കുറച്ച് ആളുകൾ വിളിച്ചതുകൊണ്ട് പോകേണ്ടി വന്നതാണ്. അപ്പം അങ്ങനെ കുറച്ച് റെമ്യൂണറേഷൻ കൂട്ടി പറയാന്നുള്ളതാണ് അന്ന് ഞാനിത് ഒഴിവാക്കി വിടാൻ വേണ്ടി കണ്ടൊരു മാർഗം. പക്ഷെ അത് ലൈക്ക് അവർ കമ്മിറ്റ് ചെയ്തു. മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ വീണ്ടും തിരിച്ച് ഇൻഡസ്ട്രിയിൽ വരുന്നതും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഈ പറഞ്ഞൊരു കൺസേൺ ഇടയ്ക്ക് തന്നെ എൻ്റെ തോട്ട്സിൽ വരാറുണ്ട്. ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അത് തന്നെയായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ. ഇപ്പോൾ ലൈക്ക് നമുക്കൊരു സീരിയൽ, നമുക്കൊരു റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സീരിയൽ നിർത്തുന്ന ഒരു സുപ്രഭാതത്തിൽ വളരെ സഡൻ ആയിട്ടാണ് ഒരു ഇപ്പം നമ്മളൊരു ജോലി എപ്പോഴും നമുക്കൊരു 2 months എങ്കിലും നോട്ടീസ് പീരീഡ് ഉണ്ടാവും. അവര് നമ്മളോട് അതുണ്ടാവും. ഇത് അതില്ല. ഇത് നമുക്ക് എന്താ വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ അറിയാം സീരിയൽ തീർന്നു, പെട്ടെന്ന് നമ്മൾ ബ്ലാങ്ക് ആയി പോകും. ലൈക്ക് പ്രോപ്പർ സേവിങ്സ് ഉള്ള ആളുകൾക്ക് കുഴപ്പമില്ല, അത് ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് നമ്മളൊന്ന് പാനിക് ആവും. ലൈക്ക് ഒരു 2 months നമുക്ക് അല്ലെങ്കിൽ ഒരു 3 months ചിലപ്പോൾ 4 months 6 months ഒക്കെ ഇരുന്ന സമയമുണ്ട് ജോലി ഇല്ലാതെ അടുത്തൊരു ജോലിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമുക്ക് ഒരു റെഗുലർ ആയിട്ടുള്ള സ്ഥിര വരുമാനമുള്ള ഒരു ജോലി തന്നെ ആയിരുന്നല്ലോ ബെറ്റർ എന്നുള്ളത്. പക്ഷേ ഇതിന് ഇതിൻ്റേതായ കുറേ പോസിറ്റീവ്സ് ഉണ്ട്. ഇപ്പം ഞാൻ IT വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊരു അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ബോസിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. പക്ഷെ നമ്മൾ ചെയ്ത വർക്കിൻ്റെ അതിൻ്റെ ക്രെഡിറ്റ് ഒരുപാട് പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഓഡിയൻസിൻ്റെ കയ്യിൽ നിന്ന് നമുക്കത് കിട്ടും. വേറെ ആര് തന്നില്ലെങ്കിലും, ഇപ്പം നമ്മൾ പെർഫോം ചെയ്യുന്നത് നമ്മുടെ ഡയറക്ടർ തന്നില്ലെങ്കിലോ നമ്മുടെ കോ ആർട്ടിസ്റ്റുകൾ തന്നില്ലെങ്കിലോ നമ്മുടെ
ഒരുപാട് ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മളിത് കാണുന്ന ഓഡിയൻസ് നമ്മളെ വന്നിട്ട് നേരിട്ട് കണ്ടിട്ട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് അതാണ് ഏറ്റവും വലിയൊരു അവാർഡ് ഇതിൻ്റെ. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ, സീരിയൽ ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി റിസ്ക് എലമെന്റ് ഒരുപാടുണ്ടല്ലേ. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 days ഷെഡ്യൂൾ ആയിരിക്കും കിട്ടുക. ചില സീരിയൽസിൽ എല്ലാവരും അല്ല, എന്നാൽ പോലും ഇപ്പോൾ ഒരു 4-5 days എടുക്കേണ്ട ഷൂട്ട്സ് ഒക്കെ ഓവർനൈറ്റ് ഒക്കെ ഇരുന്നിട്ട് ഒറ്റ ദിവസം തന്നെ ആ എപ്പിസോഡ് ചിലപ്പോൾ ഒരു 4-5-6 ദിവസത്തേക്കോ 2 weeksലോട്ട് ഓടിക്കാനുണ്ടാവും. പക്ഷെ 2-3 days തന്നെ ബഡ്ജറ്റ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ. ശരിക്കും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ചലഞ്ചിങ് ആണ്, എക്സോസ്റ്റിംഗ് ആണ്. അത് ലൈക്ക് എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഒരു പരിധി വരെ ആർട്ടിസ്റ്റുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു 1 hour 2 hours എക്സ്ട്രാ നമ്മളൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാണ് ക്രൈസിസ് ഉള്ള സമയങ്ങളിൽ. ഇതല്ലാതെ നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്നത് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് 9:30 ശേഷം നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൽക്കില്ല എന്ന് പറയും. അത് ഞാൻ പ്രൊജക്റ്റ് എന്നെ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്ന കാര്യം, ഞാൻ നിൽക്കും. എപ്പിസോഡിന് എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ട് നമുക്ക്, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്, നമുക്ക് എപ്പിസോഡ് ഷോർട്ടേജ് ഉണ്ട്, നമുക്ക് എടുക്കണം. അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി ഇല്ല, നാളെ ഇല്ല, അവർ ഇന്ന് മാത്രമേ ഉള്ളൂ, അത് എടുത്ത് തീർത്ത് വിടണം. ആ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അവരോടുള്ളൊരു ഫെലോ കോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഇതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ, ഇപ്പോൾ ഒരു വലിയൊരു സെറ്റപ്പാണ്, ഒരു വെഡിങ് നടക്കുകയാണ്, അപ്പോൾ ആ പ്രൊഡ്യൂസർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സെക്കൻഡ് ഡേ ഷൂട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ റെൻ്റ് ഒരുപാടായിരിക്കും, ഇത്രയും ആർട്ടിസ്റ്റുകളുടെ, അങ്ങനെ ഒരു അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ നിന്നു കൊടുക്കും. അതല്ലാതെ ഇന്ന് ഒരു ആർട്ടിസ്റ്റിനെ റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെ നടക്കുന്ന കാര്യമാണ് അല്ലേ. ഒരു സുപ്രഭാതത്തിൽ ഹീറോ മാറി വേറെ ഹീറോ വരുന്നു, ഹീറോയിൻ മാറി വേറെ ഹീറോയിൻ വരുന്നു. അപ്പോൾ ഹീറോയിൻ ഇത്രയും സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ബാക്കി ആർട്ടിസ്റ്റുകൾ എത്ര ഈസി ആയിരിക്കും റീപ്ലേസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും റിയാക്ട് ചെയ്യാൻ പേടിയാണ്. നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എടുത്ത് റീപ്ലേസ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു പേടി കാരണം കൊണ്ട് പലരും അതിന് കോംപ്രമൈസ് ചെയ്ത് നിൽക്കാൻ റെഡി ആവുന്നു. എൻഡ് ഓഫ് ദ ഡേ എന്താ ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് 4 ദിവസം വർക്ക് കിട്ടുന്നതിന് ചിലപ്പോൾ 2 ദിവസത്തിലേക്ക് ഒതുങ്ങും. അപ്പോൾ ഇത് ഫിനാൻഷ്യലി നമ്മളെയും ബാധിക്കും. അപ്പോൾ സ്റ്റേൺ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഒരു സേവിങ്സ് ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ഇപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് കാലമെങ്കിലും വർക്ക് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മസ്റ്റാണ്. ഞാനിത് റിയലൈസ് ചെയ്യാൻ ഒരുപാട് ലേറ്റായി. ഇനി വരുന്ന പുതിയ ജനറേഷൻ ആൾക്കാരെങ്കിലും അത് അങ്ങനെ ചെയ്യട്ടെ. അതെ, ഇപ്പോൾ ഒരു സീരിയൽ കരിയറിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് ശേഷം, ഭാര്യ ഒരു വലിയ ഹിറ്റായിരുന്നു, അതിനുശേഷം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാലക്ഷ്മിയും ഒത്തിരി സ്വപ്നങ്ങളുമാണ് അല്ലേ. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത് മഹാലക്ഷ്മിയിലെ കണ്ണൻ. അതായത് ഞാൻ തുടക്കം മുതലേ പ്രൊജക്ടിന്റെ സ്റ്റാർട്ടിങ് മുതലേ ഹീറോ ആയിട്ട് തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ്. ഒത്തിരി ഞാനൊരു ഗസ്റ്റ് ആയിട്ട് വന്ന് പിന്നീട് റീ എൻട്രി വന്നതാണ് അതിലേക്ക്. അപ്പോൾ പിന്നെ മഹാലക്ഷ്മിയുടെ പ്രത്യേകത എന്താ, ക്യാരക്ടർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ 2 കാര്യങ്ങൾ. ഒന്ന്, അതിൽ ആ വൈഫായിട്ടുള്ള ക്യാരക്ടറിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് കണ്ണൻ്റെ. ലൈക്ക് ഇന്ന് പല സ്ത്രീകളും ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡ്സിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടല്ലോ, അതൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ് അത്. ഉത്തമ പുരുഷൻ മേ ബി അങ്ങനെ. അതായത് എല്ലാവർക്കും അതിൻ്റെതായ ഒരു കാരണം ഉണ്ടായിരിക്കും. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വീൽ ചെയറിലാണ്, അരക്കി കീഴ്പോട്ട് അയാൾക്ക് മറ്റേ ഇതില്ല, സെൻസസ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാളെ ജീവിതത്തിൽ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടൊരു സ്ത്രീ വരുമ്പോൾ ആ സ്ത്രീക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കാം കണ്ണൻ അതിനെ, അതായത് എനിക്ക് വേണ്ടി ഇത്രയും സാക്രിഫൈസ് അവൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും ചെയ്തുകൂടാ എന്നുള്ള രീതിയിലായിരിക്കാം കഥാകൃത്ത് അതിനെ കൺസീവ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ അങ്ങനെയാണ് അതിനെ പെർഫോം ചെയ്യുമ്പോൾ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ വീൽ ചെയറിലിരിക്കുന്ന ഒരാളോടുള്ളൊരു സിമ്പതി ഉണ്ട് നമ്മൾ ചുറ്റിനും കാണും. അതായത് നമ്മളൊക്കെ എത്ര ലക്കിയാണ് എന്നറിയുന്നത് ശരിക്കും പറയുന്നത് നമ്മുടെ എല്ലാ സെൻസസ്, ലൈക്ക് കണ്ണ്, മൂക്ക്, നാക്ക്, ടച്ച് ആൻഡ് ഫീൽ, അതുപോലെ കൈ, കാല്, ഇതെല്ലാം നമ്മുടെ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആണ്. എന്നിട്ടും നമുക്ക് ജീവിതത്തിൽ ഇല്ലാത്ത പരാതികളില്ല അല്ലേ. എത്ര അധികം പരാതികളാണ് നമ്മുടെ ജീവിതത്തിൽ. എൻ്റെ ലൈഫിൽ ഇതാണ്, എൻ്റെ ലൈഫിൽ അതാണ്, എനിക്കതാണ്. ബാക്കി എല്ലാവരും ഇന്ന് പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളും നമ്മൾ കാണുന്ന എല്ലാ ഹാപ്പി ഫേസസ്, എല്ലാവരും സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റിനും. എനിക്ക് മാത്രമാണ് പ്രശ്നമുള്ളൂ എന്നുള്ളതാണ് നമ്മൾ എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ഞാൻ പരിചയപ്പെട്ട ഒരു ദുബായിലുള്ള സുജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്സിഡൻറ്റിൽ അരക്കി കീഴ്പോട്ട് തളർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട സമയത്ത് ഞാൻ ഭയങ്കര റെസ്പെക്റ്റോടുകൂടി നോക്കിയെന്നു വെച്ചാൽ പുള്ളി സെൽഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യും.
ആ വണ്ടി കാലില്ലാത്ത കാലില്ലാതെ മറ്റേ വീൽ ചെയർ, ഫോൾഡബിൾ വീൽ ചെയർ എടുത്തിട്ട് സൈഡിലേക്ക് എടുത്ത് കയറ്റി വെച്ച് അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്ത് എല്ലായിടത്തും, ദുബായിലാണ് എല്ലാ സ്ഥലങ്ങളിലും പുള്ളി ഒറ്റയ്ക്കാണ് സഞ്ചരിച്ചെത്തുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊന്നും ഗോ ത്രൂ ചെയ്ത് അത്രയും ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടില്ല. എന്നിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഈ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇത് അഭിനയം ആണെങ്കിൽ പോലും ത്രൂ ഔട്ട് വീൽ ചെയറിലായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു ഈ അടുത്താണ് അല്ലേ ചലനശേഷിയൊക്കെ കിട്ടിയത്. അതെ അതെ. അപ്പൊ അതുവരെ ഫുൾ ടൈം ഈ വീൽ ചെയറിൽ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടില്ലേ വീൽ ചെയറിൽ? ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഇതിൽ മൈന്യൂട്ടായിട്ട് ഞാൻ ഇനീഷ്യലി ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ സീരിയലാകുമ്പോൾ അത് നമുക്ക് ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വിട്ടുകളഞ്ഞത്. ഈ അരക്കി കീഴ്പ്പെട്ട് തളർന്നിരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നോർമലി ഒരു മനുഷ്യനിരിക്കുമ്പോൾ നമ്മുടെ കാലിങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ, നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്തായിരിക്കും. പക്ഷേ ഈ കാലിന് തളർച്ച വന്നു ഓട്ടോമാറ്റിക്കലി ഇതൊരു സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഇവരുടെ ഇരിക്കുക. ഇത് രണ്ടും ഒരുമിച്ചായിരിക്കുക. ഇത് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ പോവില്ല. നമ്മുടെ ഈ എല്ലാ മസിൽസിനും പേശികൾക്കും ഒക്കെ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ ഇനീഷ്യലി ഈ വീൽ ചെയറിൽ ഇരുന്ന സമയത്ത് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഇത് ഒരു സീരിയലിൻ്റെ ഷൂട്ട് എന്ന് പറയുന്നത് രാവിലെ 7:30 മുതൽ 9:30 വരെയാണ്. ഈ 9:30 വരെയുള്ള എല്ലാ സീനിലും ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എന്താണ് ഈ ഹിപ്പ് വേദനിക്കാൻ തുടങ്ങി എനിക്കിവിടെ. അപ്പം എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി പിന്നീട്. അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ എന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ സീരിയലാണ്. ഇപ്പോൾ ഒരു സിനിമയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ആ സാക്രിഫൈസ് ചെയ്താൽ മതി. സീരിയലിന്റെ ഇപ്പൊ ഭാര്യ ചെയ്തിരുന്ന സമയത്ത് ആ ഫീമെയിൽ ഗെറ്റപ്പ് ആക്ച്വലി ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചതാണ്. അതിനെന്തായിരുന്നു ബുദ്ധിമുട്ട്? അതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ ഹാഫ് ലെഗ് ഇവിടുന്ന് ഇങ്ങോട്ട് വാക്സ് ചെയ്തേക്കുക. എനിക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു മുണ്ടെടുത്ത് മടക്കി കുത്താൻ പറ്റില്ല. ഇത്രയും മുടിയുണ്ട്, ഇവിടുന്ന് മുടിയില്ല. കൈ പുറത്ത് എക്സ്പോസ് ആയ എല്ലാ സ്ഥലങ്ങളും നമ്മൾ വാക്സ് ചെയ്താൽ കൊണ്ട് നടക്കുന്നത്. ആ സമയത്ത് എനിക്ക് ഇനോഗ്രേഷൻസ് ഒരുപാട് വിളിച്ചിരുന്നു. പക്ഷെ ഒരെണ്ണം പോലും ഞാൻ എടുക്കില്ല. എന്ന് വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ഫെമിനിൻ ടച്ച് വന്നല്ലേ. എക്സാക്ട്ലി. അതായത് അത് ബോഡിയിൽ ടച്ച് വരുന്നതിനേക്കാളും നമ്മുടെ ഈ മേത്തുള്ള ഈ മുടിയൊക്കെ അങ്ങ് പോയി കഴിയുമ്പോൾ എവിടെയൊക്കെയോ മുണ്ടെടുത്ത് നടക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാതാവുന്നു. പിന്നെ ക്ലീൻ ഷേവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുകളിലേക്ക് ഷേവ് ചെയ്യണം. നോർമലി നമ്മൾ ഇങ്ങനെ ഷേവ് ചെയ്യുന്നതിന് മുകളിലേക്ക് വരുമ്പോൾ ഈ മുഖത്ത് കുരുക്കൾ വരും. പിന്നെ അത് ഷേവ് ചെയ്ത് പൊട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു പിന്നെ വേഷത്തിലുള്ള ബുദ്ധിമുട്ട് എന്താണ്? സാരി ആയിരുന്നില്ലേ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്? സാരി യൂസ് ചെയ്തിട്ട് പിന്നെ വേറെ ഒരു ഗൗണോ അങ്ങനത്തെ എന്തൊക്കെയോ. എത്ര ബുദ്ധിമുട്ടുണ്ട് ഈ സ്ത്രീകളായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുമ്പോൾ? സ്ത്രീകളുടെ ബുദ്ധിമുട്ട് മനസ്സിലായോ? ഇതൊക്കെ സ്ത്രീകളായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുമ്പോൾ ഇല്ല, എനിക്ക് എന്താ വെച്ചാല് ഒന്നിത് ഉടുക്കുന്നത് ഞാനല്ല, നമുക്ക് ഡ്രൈപ്പ് ചെയ്ത് തരാനൊരു ആളുണ്ടായിരുന്നു. വാഷ്റൂമിലൊക്കെ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനത്തെ വേഷത്തിൽ പോകുമ്പോൾ. പിന്നെ ഇനീഷ്യലി എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ കുറെ ഇൻഹിബിഷൻസ് ഉണ്ട്. ലൈക്ക് മീ ബീയിങ് അരുൺ രാഘവ് അല്ലെങ്കിൽ യു ബീയിങ് നിമിഷ, നമ്മുടെ ഉള്ളിലൊക്കെ ഞാൻ ഇതാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. നമ്മളൊരു അറിയാണ്ടാണെങ്കിൽ പോലും നമുക്കൊക്കെ കുറേ നമ്മളെ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് അല്ല. എൻ്റെ ആഗ്രഹങ്ങൾ കുറേ ഉണ്ടാവും. പക്ഷെ ഞാനായിട്ട് നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പം എനിക്ക് അത് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഭാര്യ സീരിയൽ ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് അധികം ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്ത, കുറച്ചൊന്ന് ഒതുങ്ങിക്കൂടുന്ന കൂട്ടത്തിലാണ്. ഒരുപാട് പേരോട് അങ്ങനെ സോഷ്യലൈസ് ചെയ്യില്ല. വളരെ ചുരുക്കം ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷെ ഇങ്ങനത്തെ വേഷങ്ങൾ ഞാൻ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് എന്നെ എന്താ പറയുക ബ്രേക്ക് ഫ്രീ പറയില്ല, നമ്മളങ്ങ് അഴിച്ചങ്ങ് വിടാൻ പറ്റും. ബിക്കോസ് അതെവിടെയോ ഞാനല്ല, ആ ഐഡന്റിറ്റി ഞാനല്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു ഷാറുഖിൻ്റെ ഒരു മൂവി വന്നിരുന്നല്ലോ, മറ്റേ റബ്ബിനെ ബനാതി ജോഡി. അതിൽ ആ ഒരു സൂരി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, അതുപോലെ തന്നെ അയാൾ വേഷം മാറി വരുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ഒരാളിൽ ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മറ്റേ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുന്നതോടുകൂടി അയാളുടെ ഉള്ളിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് എങ്ങനെ ഉണ്ടാവുന്നു ഞാൻ അന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന. അതായത് പിന്നീട് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ അത് ശരി സാധിക്കും. നമ്മളെല്ലായിടത്തും എൻ്റെ പേരിനോട് ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അരുൺ രാഘവ് അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ വീട്ടിൽ ഈ ക്യാരക്ടർ നെയിം കണ്ണൻ തന്നെ എൻ്റെ വീട്ടിലും വിളിക്കാം. അപ്പോൾ ഈ വ്യക്തിക്ക് ഞാൻ ഒരുപാട് പേരോട് സംസാരിക്കില്ല, ഞാൻ ഒരുപാട് പേരോട് ഫ്രണ്ട്ലി ആവില്ല, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഇന്നതാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ളൊരു ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടുന്നത് ചിലപ്പോൾ ഞാനല്ലാത്ത ഒരു ഐഡൻറ്റിറ്റി എനിക്ക് കിട്ടുന്ന സമയത്താണ്. ഞാൻ ഈ വേഷം മാറുന്ന സമയത്ത് എനിക്ക് അതുകൊണ്ട് തന്നെ ഈ സാരി ഉടുക്കുമ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഉടുത്ത് ഞാൻ ആ ക്യാരക്ടർ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈസി ആയിട്ട് റൂട്ടിലിറങ്ങി നടക്കാൻ പറ്റി. എന്നെ ആരും ശ്രദ്ധിക്കുന്നുണ്ട്. ബിക്കോസ് അവർ കാണുന്നത് ഏതോ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഏതോ ഒരു വേഷം കിട്ടിയ ഒരാൾ പോകുന്നു, അവർ എന്നെ റിലേറ്റ് ചെയ്യുന്നില്ല. അവിടെ അവർ കാണുമ്പോൾ ഇത് അരുണാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എനിക്ക് അവിടെ
ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റി. അവിടെ അതേസമയം ഞാനാണെന്ന് പുറത്തുള്ളവർ തിരിച്ചറിയുന്നുള്ള ബോധ്യം വന്നാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ ക്യാരക്ടർ ഭയങ്കര free ആയിട്ട്. റിസർവ്ഡ് ആണല്ലേ? അതെ അതെ എനിക്ക് തോന്നി ഹിറ്റ്ലർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ഹിറ്റ്ലറിൽ ഒരു ദേഷ്യക്കാരനായ ഒരാളാണ്. യഥാർത്ഥത്തിൽ ദേഷ്യക്കാരനാണോ? ചെറുതായിട്ടാണ്. അങ്ങനെയാണെന്നറിയോ എനിക്ക് മനസ്സിലായത്. എനിക്കൊരു കോണ്ടാക്ട് അയച്ചിട്ട് എനിക്ക് ആ കോണ്ടാക്ട് കിട്ടിയില്ലല്ലോ, ഞാൻ നിനക്ക് അയച്ചതാണല്ലോ എന്നോട് പറഞ്ഞത്. അപ്പൊ തന്നെ എനിക്ക് അതായത് ഞാൻ അത്യാവശ്യം ദേഷ്യം ഉണ്ട്. പക്ഷെ ആ ദേഷ്യം അങ്ങനെ എല്ലാവരുടെ അടുത്തും കാണിക്കാറില്ല. എന്നെ അത്ര പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് കാണിക്കുള്ളൂ. അല്ലെങ്കിൽ എന്നെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞാനിപ്പം ഞങ്ങൾ സുഹൃത്തുക്കൾ കൂടിയിട്ട് ഒരു പ്രൊജക്റ്റ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ആദ്യം സ്റ്റോറി, അപ്പം ഞാനിതിന് മുമ്പ് ചെയ്തു വെച്ചതാണ്. അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കിത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. സോ ഇപ്പോൾ മഹാലക്ഷ്മിയിലുള്ള കുറച്ച് ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് സംസാരിച്ചപ്പോൾ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റോറി പറയുന്നു, നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഡിസ്കഷനും കാര്യങ്ങളും മുന്നിൽ പോയി. ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് എല്ലാവരും പറഞ്ഞു, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ കാണുന്നതല്ല. ഞാനൊരു കാര്യം പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു കാര്യം സീരിയസ് ആയിട്ടൊരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അവിടെ വന്നിട്ട് തമാശകളി വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രൊവോക്ഡ് ആവും ഞാൻ. അപ്പം ചിലപ്പോൾ ഞാൻ പറയുന്നത് അയ്യോ ഇത് ഈ ചേട്ടനല്ലല്ലോ ഇത്ര നേരം സംസാരിച്ചെന്നുള്ള രീതിയിൽ ചിലപ്പോൾ തോന്നിയേക്കാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള അതെന്താണോ അപ്പോൾ ചെയ്യുന്നത് അതിന് സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് നമ്മൾ ബിഹേവ് ചെയ്യണം. അതിപ്പോൾ ആരുടെ അടുത്തായാലും ഞാൻ അങ്ങനെ തന്നെ. അപ്പോൾ രാജേഷ് ഹെബ്ബാർ സാജൻ ചേട്ടനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ മുഖത്തടിച്ച പോലെ ഒന്നും പറയരുത്, ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. എന്നോട് പറഞ്ഞു നീ ഒന്ന് ഒതുങ്ങണം. ഞാൻ റോങ് ആയിട്ടുള്ളത് കണ്ടാൽ ഞാൻ റിയാക്ട് ചെയ്തു പോകും. ഞാൻ എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും ചെയ്തു പോകും. പക്ഷെ അതവിടെ കഴിഞ്ഞില്ലേ അല്ലേ? റിയാക്ട് ചെയ്തു അതവിടെ എൻ്റെ തീരും. പക്ഷെ ഈ കേൾക്കുന്ന ആളുകൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നീട് അത് എന്താ പറയാ, നമുക്ക് അങ്ങനെ ഉണ്ട്. ഇൻഡസ്ട്രി അങ്ങനെയാണല്ലോ. ഇവിടെ പ്ലീസ് ചെയ്ത് നിൽക്കുന്നവർക്കാണ് കൂടുതലും. ഈ സെറ്റിൽ എപ്പോഴെങ്കിലും അങ്ങനെ കൈവിട്ട് ദേഷ്യപ്പെട്ടിട്ട്, അത് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മള് ദിവ്യ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് വീട്ടിലും ഹിറ്റ്ലർ ആണെന്ന്. ശരിക്കും വീട്ടിലും ഹിറ്റ്ലർ ആണോ? അല്ല ഹിറ്റ്ലർ ഒന്നും അല്ല ഞാൻ. അതായത് എനിക്ക് ദേഷ്യം വരും ഈ പറഞ്ഞത്. അത് ഓരോരുത്തരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് എന്ന് കരുതി ഞാൻ ഓവറായിട്ട് റിയാക്ട് ഒരാളെ ഫിസിക്കലി പിടിച്ചൊന്നും ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. ഞാനിപ്പോൾ മോൻ്റെ അടുത്തായാലും ചില സമയത്ത് പിടിവിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു പോകും. ഇത് കഴിഞ്ഞ് ഞാൻ അവനെ തന്നെ വിളിച്ചിട്ട് സോറി ഇടാ, ഞാൻ തന്നെ സോറി പറയും അവനെ വിളിച്ചിട്ട്. അവനും അങ്ങനെ തന്നെ അറിയാതെ ഞാൻ പറയും രണ്ട് കാര്യം. ഒന്ന്, എൻ്റെ ടെമ്പർ വിടുന്നു എന്ന് കാണുമ്പോൾ നീ കൂടുതൽ എന്നെ പ്രൊവോക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കൂ പ്ലീസ്, ഞാൻ പറയും. അപ്പോൾ അവനും ഇത് പറ്റില്ല. അവനും ഞാൻ ദേഷ്യപ്പെടുന്നു കണ്ട് അവൻ എന്നെ പ്രൊവോക്ക് ചെയ്യും. അവസാനം ഞങ്ങൾ തമ്മിൽ വഴക്കായി ഞാൻ മിണ്ടാതിരിക്കും. കുറച്ച് എന്നെ ആവുമ്പോൾ എന്നിട്ട് സോറി പറയും. അപ്പോൾ ഞാനും തിരിച്ച് സോറി പറയും. അങ്ങനെയൊക്കെയാണ് വീട്ടിൽ പോയി. എന്തായാലും ഉറങ്ങുന്നതിന് മുന്നേ എല്ലാം അങ്ങ് സോൾവ്. അത് മതി. നമുക്ക് ആ പ്രൊവോക്ക് ചെയ്ത് ആ സമയം വലിയ പ്രശ്നങ്ങളല്ല പറയുന്നത്. ഞാൻ പെട്ടെന്ന് ദേഷ്യം വരും. അത് ചെറുപ്പം മുതലേ ഉള്ള ഒരു പ്രശ്നമാണ്. അതെല്ലാവർക്കും അത് നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാറില്ല, തല്ലാൻ പോവാറില്ല. പക്ഷെ റിയാക്ട് ചെയ്യും. അത് എല്ലായിടത്തും റിയാക്ട് ചെയ്യും, അതാ പ്രശ്നം. അത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സീരിയൽ ലൊക്കേഷൻസിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരുപാട് പേരെ പ്ലേസ് ചെയ്ത് നിൽക്കേണ്ട ഒരു സ്ഥലമാണ് ശരിക്കും ഈ ഇൻഡസ്ട്രി. ഞാൻ പറഞ്ഞില്ലേ ഈസിലി റീപ്ലേസബിൾ ആണ്. വെൻ യു ആർ ഈസിലി റീപ്ലേസബിൾ യു ആർ ഇൻ എ വൾണറബിൾ പ്ലേസ് അല്ലേ? പക്ഷേ ഇവിടെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു അരുണേട്ടനെ അങ്ങനെ പ്ലീസ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ ഫസ്റ്റ് മൂവിയുടെ കാര്യം ഇടയിൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഭാവനായിട്ടാണ് അല്ലേ ചേച്ചിയായിട്ട് ഫസ്റ്റ് മൂവി. ഇപ്പോഴും നല്ല കോണ്ടാക്ട് കണക്ഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നു? ഇല്ല, ഭാവന ആ ഒരു സമയത്ത് കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന് ശേഷം പിന്നെ കല്യാണത്തിന് വിളിച്ചിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പൊ റീസെന്റ് കേസിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിളിച്ച് അങ്ങനെ ഒന്നുമില്ല, അതൊന്നുമില്ല. അങ്ങനെ ആ ഒരു സമയത്ത് കുറച്ച് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നീട് ഈ കല്യാണത്തിന് വിളിച്ചിരുന്നു. അതിനുശേഷം അങ്ങനെ കോണ്ടാക്ട് ഒന്നുമില്ല. ജസ്റ്റ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തിരിച്ചറിയും സ്വാഭാവികമായിട്ടും. അത്ര ഒരുപാട് അനുഭവമൊക്കെ ഒരു ഇന്റർവ്യൂല് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു സൗഹൃദം ഗോപിക ഭാവന ആ ഒരു ടീമായിട്ടല്ലേ. അതേപോലെ സീരിയൽ പറയുകയാണെങ്കിൽ മഹാലക്ഷ്മിയിലും ഇപ്പൊ ഒത്തിരിയിലും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് രാഹുൽ റഹ്മാൻ അല്ലേ? ഇതിലെ ശ്രീനാഥ് എന്നുള്ള ക്യാരക്ടറിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഒരു നല്ല സൗഹൃദമാണോ രണ്ടുപേരും തമ്മിൽ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും രാഹുൽ ഈ പറഞ്ഞ പോലെ ഒരു ബ്രദറിനെ പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ 2 മാസത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ കാണുന്നതിനേക്കാൾ കൂടുതൽ രാഹുലിനെ കാണുന്നുണ്ട്. അവിടെ പോയാലും രാഹുലുണ്ട്, ഇവിടെ പിന്നെ രാഹുൽ ഉണ്ടായിരുന്നു, ഞാനാണ് പിന്നീട് വന്നത്. അവിടെ രാഹുൽ ഉണ്ണി, അവിടെ ഉണ്ണിയായിട്ട്, ഇവിടെ
ക്യാരക്ടർ അവിടെ നിങ്ങൾ കണ്ണനും അവിടെ കണ്ണനും കണ്ണനും ഉണ്ണിയാണ്, ഇവിടെ വിവേകും ശ്രീനാഥുമാണ്. അങ്ങനെ അപ്പൊ രാഹുൽ വളരെ എനിക്കറിയാം നല്ല നല്ല പയ്യനാണ്. നമ്മൾ കോമൻസ് ഒരുപാട് കാണും. ലവ് ഫ്രം തായ്ലൻഡ് ഒരുപാട് പേര്, മഹാലക്ഷ്മി എന്ന സീരിയലിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇതിൽ റിക്വസ്റ്റ് ചെയ്ത ഒരാൾ കൂടിയാണ്. രണ്ടുപേരെ ഒരുമിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നൈനയായിട്ട് നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം ഇരിക്കാം. കാരണം ആ പേരിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. ഇനി അരുണേട്ടൻ്റെ പേഴ്സണൽ ലൈഫിലോട്ട് വരികയാണെങ്കിൽ പല ആൾക്കാരും നമ്മുടെ സീരിയലിലും സിനിമയിലൊക്കെ ഈ പറയുന്ന പോലെ ഹീറോ ആവാൻ എളുപ്പമാണ്. പക്ഷെ ജീവിതത്തിൽ ഒരു നായകനാകുക എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അരുണേട്ടൻ്റെ റീസെൻ്റ്ലി ഒരു മകനിരിക്കെ ഒരു മകളെ ദത്തെടുത്ത ഒരു കാര്യം വളരെ സന്തോഷത്തോടെ എല്ലാവരും മലയാളികൾ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. എന്താണ് മോളുടെ വിശേഷങ്ങൾ? മോള് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ 1.5 വയസ്സായി അവൾക്ക്. അദിതി മോനിട്ട പേരാണത്. ഓക്കെ. എങ്ങനെയുണ്ട് കുഞ്ഞ് അനിയത്തിയൊക്കെ വന്നു കഴിയുമ്പം? അയ്യോ ഭയങ്കര മാറ്റമാണ് അവന്. അതായത് ശരിക്കും പറഞ്ഞാല് നമ്മളിങ്ങനൊരു പരിപാടി ഈ അഡോപ്ഷൻ്റെ ഓൺലൈൻ ഫയലിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 4.5 വർഷത്തോളം വെയിറ്റ് ചെയ്തു മോളെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പീരീഡ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ലൈക്ക് ആലോചിച്ച് തുടങ്ങി, ഇത്രയും ആയി, നമ്മളിത് ചെയ്ത സമയത്തുള്ള നമ്മുടെ ഏജ് അല്ല ഇപ്പോൾ. അപ്പോൾ ഈ കുഞ്ഞ് വന്ന് ഇവൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു കല്യാണ പ്രായമാവുന്ന സമയം വരെയെങ്കിലും നമ്മൾ ജീവനോടെ ഉണ്ടാവണമല്ലോ. അപ്പോൾ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് ചെറിയ ടെൻഷനായി തുടങ്ങി. ലൈക്ക് ഇനി നമുക്ക് അത്ര യങ് ആയിരുന്ന സമയത്ത് ഓരോ ഏജ് കഴിയുന്ന നമ്മൾ പറയുമല്ലോ, ഇരുന്നിരിക്കുമ്പോൾ എന്നൊക്കെ സൗണ്ട് വരാൻ തുടങ്ങുമ്പോൾ പതുക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങി, ഇവളെ എടുത്തുകൊണ്ട് നടക്കണം, ഓരോരോ കാര്യങ്ങളും നമ്മളൊരു കുഞ്ഞിന് ഒരു കുറവും വരാതെ അതിനുള്ള ഫിസിക്കലി നമുക്ക് പറ്റുമോ എന്നിങ്ങനെ ഒരു ചിന്ത വന്നു. ആ സമയത്ത് ഒരു ദിവസം വൈഫ് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ മോൻ അവിടെ വീട്ടിൽ മറ്റേ ഈ പില്ലോൻ്റെ കവർ ഉണ്ടല്ലോ, ഇങ്ങനെ സിപ്പൊക്കെ, അതിങ്ങനെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ ആശാൻ, അതിൻ്റെ ഉള്ളിൽ ബ്രോ, സിസ്റ്റർ, സിബ്ലിങ്സ്, അദിതി. അവനാണ് ആദ്യം അവൻ എന്നോ പേരിട്ട് വെച്ചതാണെന്നറിയോ അവൾക്ക്. അദിതി എന്നുള്ള പേര് ധ്രുവ്. അവൻ എന്നോ പേരിട്ട് വെച്ചതാ. അതുപോലെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ഇവനാണ് എന്നും, അതായത് നമ്മൾ ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാം ഓൺലൈൻ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വെയിറ്റിംഗ് ലിസ്റ്റ് വരും. എനിക്ക് തോന്നുന്നു നമ്മൾ 2500 അങ്ങനെ എന്തോ ആയിരുന്നു, കറക്റ്റ് ഓർമ്മയില്ല, അപ്രോക്സിമേറ്റ്ലി അങ്ങനെ എന്തോ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു നമ്മൾ ഫയൽ ചെയ്ത സമയത്ത്. ഇതിന് ശേഷം ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഇവനാണ് ഇത് ചെയ്യുന്നത്. ഇവൻ എന്നും വരും, രാവിലെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ടാബ് എടുക്കുക, വെയിറ്റിംഗ് ലിസ്റ്റ് ചെക്ക് ചെയ്യുക, എന്നിട്ട് അത് ഇവനാണ്. ആ പില്ലോയിൽ അവൻ അന്ന് 443 വെയിറ്റിംഗ് ലിസ്റ്റ് എന്നും കൂടെ എഴുതി വെച്ചിട്ട് മറ്റേ പടമൊക്കെ വരച്ച് വെച്ച് ഫോട്ടോ എടുത്ത് അയച്ചു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു, ഓക്കെ എന്നാൽ പിന്നെ ഇനി ഒരു സെക്കൻഡ് തോട്ട് വേണ്ട, എന്തായാലും അവൻ ഇനി എന്താ പറയുക, അവൻ നോക്കിക്കോളൂ. അതാണ് ഞാൻ പറയാൻ വേണ്ടി അങ്ങനെ അത് ഇതുവരെ സോഫാർ തെറ്റിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ മോളെ കൊണ്ടുവന്ന് ആദ്യമൊക്കെ ഇവൻ അങ്ങനെ കുഞ്ഞുങ്ങളെ അധികം, ഇപ്പം എൻ്റെ അനിയൻ്റെ കുട്ടികളെയാണ് കണ്ട് ശീലമുള്ളത്, റെഗുലറായിട്ടൊരു കുട്ടിയുടെ കൂടെ നിന്ന് ശീലിച്ചിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ മോള് വന്ന സമയത്ത് ആദ്യം ഇങ്ങനെ വായന്നിങ്ങനെ ഒലിക്കുമ്പോഴേക്ക് ആശാൻ അത് ഇത്തിരി എന്താ പറയുക മേത്താവുമ്പോൾ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെ, അത് സ്വാഭാവികമായിട്ടും നമുക്ക് അവൻ്റെ അടുത്ത് നിന്ന് അതിൽ കൂടുതലൊന്നും കുഞ്ഞല്ലേ. പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ടെന്ന് വെച്ചാൽ ഒരു ഹാർഡ്ലി ഒരു മാസത്തിനുള്ള അവൻ ഡയപ്പർ മാറ്റിയിടിക്കാൻ തുടങ്ങി അവളുടെ. പിന്നെ അവന് ഭയങ്കര കെയറിങ് ആ കാര്യത്തിൽ. അവനിലെ സ്വഭാവത്തിൽ മാറ്റമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും നന്നായിട്ട് അവൻ അവളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അവൾക്കും അതുപോലെ തന്നെയാണ്. കുട്ടികൾക്ക് ആക്ച്വലി ഒരാൾ കൂട്ടുള്ള സമയത്ത് ഷെയറിങ്ങും ഒക്കെ കൂടും അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊസീജിയറിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ചിന്തിച്ചൊരു കാര്യം, നോർമലി ഉള്ളൊരു കോൺസെപ്റ്റാണ്, നമുക്ക് വേണമെങ്കിൽ ഒരാളെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്യുക, കുറെ കുട്ടികളെ കാണുക, അതിൽ ഒരാളെ ഇഷ്ടപ്പെട്ടെടുക്കുക. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും അല്ല അല്ലേ ഇതിന്? ഒട്ടുമല്ല. ഇത് ഈ പറഞ്ഞ മാതിരി കുറേ പേരുടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉള്ള ഒരു കാര്യമാണിത്. ഇപ്പോൾ നമ്മൾ ചെല്ലുന്നു, ഒരു ഓർഫനേജിൽ ചെന്ന് കുറേ കുട്ടികളെ കാണുന്നു, അതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യുന്നു, ഇതൊക്കെ സിനിമകളിൽ മാത്രമാണ്. ഇനിയിപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. ഇപ്പോൾ അതല്ല, എന്തായാലും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതല്ല സിസ്റ്റം ഉള്ളത്. നമ്മളിത് ഓൺലൈനാണ് അപ്ലൈ ചെയ്യുന്നത്. കാര എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിലാണ്. ആൻഡ് ഇതിലെനിക്ക് ചെറിയൊരു പ്രൗഡായിട്ടുള്ള കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞൊരു ഹീറോ അല്ല ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് തീരുമാനം വൈഫിൻ്റെ ആയിരുന്നു, ദിവ്യയുടെ ആയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആദ്യം ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു തോട്ട് എനിക്ക് ഇട്ട് തന്നതും അതിന് തുടങ്ങി വെച്ചതും വൈഫാണ്.
അവിടുന്ന് ഇതിനെ പറ്റിയിട്ട് പഠിച്ചു, അറിഞ്ഞു, ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു ഇതെന്താണെന്നുള്ളത്. അങ്ങനെയാണ് ഇതൊരു തീരുമാനമായിട്ട് പെൺകുട്ടി വേണം. ഒരു പക്ഷേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സ്റ്റോറി ഉണ്ട് അതിൻ്റെ ബാക്കിൽ, ഒരു പെൺകുട്ടി വേണം എന്നുള്ളത്. ഞങ്ങൾ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്നിരുന്നൊരു നേപ്പാളി ആളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അന്ന് ഒരു ദിവസം അവിടെ നിന്നൊരു പുള്ളി നിൽക്കുന്ന ഷെഡിൻ്റെ ഉള്ളിൽ നിന്നൊരു കുഞ്ഞിൻ്റെ കരച്ചിലായിരുന്നു. അങ്ങനെ വൈഫ് അമ്മയൊക്കെ കൂട്ടിയിട്ട് അവിടെ ചെന്ന് പോയി. ഒരു കുഞ്ഞ് അവിടെ ഒറ്റയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷെഡ് പോലത്തെ കുഞ്ഞു റൂമാണ് അവർക്കുള്ളത്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് മാൽന്യൂട്രീഷനാണ് ആ കുട്ടി അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇയാളെ വിളിച്ചിട്ട് ചോദിച്ചു ഇതേതാ കുട്ടി എന്ന് ചോദിച്ചപ്പോൾ ബ്രദറിൻ്റെ വൈഫ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അവരുടെ കുട്ടിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ അവിടെ നിന്ന് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നേക്കാന്നുള്ളത്. ബ്രദറിൻ്റെ വൈഫ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് കുറേ ആയി, 2009 ഉണ്ടായ സംഭവം അത്. അപ്പോൾ ഇതിനുശേഷം പിന്നെ നമ്മൾ അയാളുടെ പെർമിഷനോട് കൂടിയിട്ട് ഈ കുട്ടിയെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മാൽന്യൂട്രീഷൻ ഉണ്ടായിരുന്നു കുറച്ച്, അതിന് നമ്മൾ പുതിയ ഉടുപ്പുകളൊക്കെ വാങ്ങി. അപ്പോൾ പിന്നെ കുറച്ച് നാളത്തെ വൈഫിൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വരിക, ഇവളെ താഴെ നിന്ന് എടുക്കുക, മുകളിൽ കൊണ്ടുപോകുക, കുളിപ്പിക്കുക, പൊട്ടൊക്കെ നമ്മുടെ മലയാളി കുട്ടികളുടെ മാതിരി. എൻ്റെ ഇപ്പോഴും ഫോട്ടോ ഒക്കെ ഉണ്ട്, കണ്ണും പുരികൊക്കെ എഴുതി. അങ്ങനെ നമ്മൾ ഗുഡി എന്നാണ് വിളിച്ചിരുന്നത്. ഇത് കഴിഞ്ഞൊരു ഹാർഡ്ലി ഒരു 1.5 month കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ചു പോയി, ഒരു നാട്ടിൽ പോയി. അപ്പോൾ പിന്നീടൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഈ സെക്യൂരിറ്റി കണ്ടപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞു തോന്നുന്നു, ഒരു 4-5 months എന്തോ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചോദിച്ചു ഗുഡി കേസി എന്ന് ചോദിച്ചു. പറഞ്ഞു വരെ ഓഫ് ഹോ ഗെയ് എന്ന് പറഞ്ഞു, മരിച്ചു പോയി എന്നാണ് ബേസിക്കലി പറഞ്ഞത്. വളരെ സിമ്പിളായിട്ട് ഓഫ് ഹോ ഗെയ് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് അങ്ങൊരു ഇത് ഒരു നേപ്പാൾ എന്നുള്ളതാണ്. പക്ഷെ നമുക്കത് പെട്ടെന്നൊരു ഷോക്കായിരുന്നു. അത്രയും നമ്മുടെ കുറേ പെട്ടെന്ന് ഇങ്ങനെ പറയാം, നമ്മൾ ഫ്ലാഷ് പോലെ ഇങ്ങനെ ഇവളുടെ മുഖമൊക്കെ ഇങ്ങനെ വന്നു പോകും. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ മേ ബി ചിലപ്പോൾ അതായിരിക്കാം ഒരു പെൺകുഞ്ഞ് തന്നെ വേണം എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവന്നത്. അതൊരു അതായത് യെസ് അത് തന്നെയാണ്. നമ്മളിത് പലപ്പോഴും ആലോചിച്ചു, നമ്മളാണെന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നോക്കിയിരുന്നേനല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ആ സമയത്ത്. അങ്ങനെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് ലൈക്ക് അങ്ങനെ ഒരാൾക്ക് ലൈഫ് കൊടുക്കാൻ പറ്റുന്ന എത്ര നല്ല കാര്യമാണ്, സത്യം അല്ലേ? അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ ഞാനിത് ചെയ്തതിന് ശേഷം എൻ്റെ ഫാൻ പേജസ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ സോഷ്യലൈസ് ഇവരുടെ അടുത്ത് പോലും മര്യാദയ്ക്ക് ആവാറില്ല. ഇവരെനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു മെസ്സേജ് തിരിച്ചയക്കാം. ഇത് എൻ്റെ സ്വഭാവമാണ്, അല്ലാതെ ഞാൻ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അപ്പോൾ അതിൽ ഒരു ഫാമിലി ഫൈനലി അവർക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല, അവർ അഡോപ്ഷന് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരാൾ നമ്മളെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ അത് ചെയ്തു എന്നുള്ളത് എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. നേരെ മറിച്ച് അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുട്ടികളില്ലാത്ത 1-2 പേര് അവരിതുവരെ ഇങ്ങനൊരു തീരുമാനത്തെ പറ്റിയിട്ട് എടുക്കാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് കുറച്ച് വിഷമിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചില ആൾക്കാരുടെ കൺസേൺ എന്ന് പറയുന്നത്, ഇപ്പം നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഒരുപാട് സ്വത്തുക്കൾ വേണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ശരിക്കും അങ്ങനെയാണ്? ഇല്ല, വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് വേണമെന്നില്ല. നിങ്ങൾക്ക് ഒരു എനിക്ക് തോന്നുന്നു ബെയർ മിനിമം കറക്റ്റ് ആണോ എന്ന് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു 2 lakhs to 2.5 lakhs ആനുവൽ ഇൻകം ഉള്ള ഫാമിലി, ഒരു ഹസ്ബൻഡും വൈഫും കൂടി ഉണ്ടാക്കുന്ന ഇൻകം അത്രയാണെങ്കിൽ പോലും നമുക്ക് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള അതാ പറഞ്ഞിട്ടു. അതായത് കളക്റ്റീവ് ഇൻകം ആണ് പറയുന്നത്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂടിയിട്ട് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ആനുവൽ ഇൻകം എന്ന് പറയുന്നത്, അതായത് ഒരു 20,000 to 22,000 രൂപ ഒരു മാസം രണ്ടുപേരുടെയും കൂടിയിട്ട് കളക്റ്റീവ് സാലറി ഉണ്ടായി കഴിഞ്ഞാൽ പോലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മളൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇത്ര പൈസ നമ്മൾ എടുത്തു വെക്കണം, നമ്മൾ സ്വത്ത് എഴുതി കൊടുക്കണം, ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതില്ല, അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ശരിക്കും അവർ കുട്ടികളല്ലേ നമ്മൾ നോർമലി നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തുന്നു അതുപോലെ തന്നെ വളർത്തുന്നു, അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ സ്വന്തം കുഞ്ഞിന് ലീഗലി എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെ ഈ കുട്ടികൾക്ക് ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന ഒരു കുഞ്ഞാണോ 2 കുഞ്ഞാണോ അത് നോർമലി ഞാൻ പറയാം, നമ്മുടെ പാരന്റ്സ് ഒക്കെ പറയില്ലേ കാലശേഷം, അങ്ങനെ ഇവിടെയും ചെയ്യാം ഉറപ്പായിട്ടും. അങ്ങനെ അതായത് ഇപ്പം ഇനി നമ്മളൊരു വില്ല് എഴുതി വെക്കാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നതെന്നുണ്ടെങ്കിൽ ലീഗലി നമ്മളുടെ മക്കൾക്ക് എന്താണോ നമുക്ക് കിട്ടേണ്ടത് അത് തന്നെയാണ് ഇവർക്കും കിട്ടുക.
അല്ലാതെ ഇപ്പോൾ 2 കുട്ടികളുണ്ട്, ഇത് അഡോപ്റ്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾ ആ കുട്ടിക്ക് കൂടുതൽ കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. എന്താണോ ഉള്ളത് അത് ഈക്വലി സ്പ്ലിറ്റായി പോകും, അത്രേ ഉള്ളൂ. അതല്ലാതെ ഒരു സ്പെഷ്യലായിട്ട് നിങ്ങളൊന്നും ചെയ്യാനില്ല അതിൽ. അതാണ് അതിൻ്റെ ഒരു റൂള്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഓർഫനേജിൽ ചെല്ലുന്നു, കുറേ കുട്ടികളെ കാണുന്നു, പിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സിസ്റ്റം തന്നെ ഭയങ്കര റോങ് അല്ലേ? അതായത് നമ്മൾ ചെല്ലുമ്പോൾ ഒരു കുട്ടിയെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ റിജക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 10-15 കുട്ടികളെയാവും. ഈ 10 കുട്ടികളിൽ ഒരു റിജക്ഷൻ അല്ല അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. ഒരു കുട്ടിയെ മാത്രം കൊണ്ടുപോകുമ്പോൾ ഇവർ നോക്കി നിൽക്കുന്നു. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, 10 കുട്ടികൾ ടാറ്റ പറഞ്ഞു വിടുന്നു, ഒരു കുട്ടിയെ കൊണ്ട് പാരന്റ് നടന്നു പോകുന്നു. എന്ത് ട്രോമയായിരിക്കും ബാക്കിയുള്ളവർക്ക്. സീരിയസ്ലി ഒരു സീരിയലിൽ പോലും അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഒരുപാട് പേര് നോക്കിയിരിക്കുമ്പോൾ ഇത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞ്, ഞാൻ സീരിയൽ എടുത്ത് പറയണില്ല, ഒരു സൺ ടി വിയിലും സൂര്യ ടി വിയിലും ടെലികാസ്റ്റ് ചെയ്ത സീരിയലാണ്. അതിലൊരു ക്യാരക്ടർ ഓർഫൻ ആണെന്ന് ഫൈനലി തിരിച്ചറിയുന്നു. അപ്പോൾ കൂടെയുള്ളൊരു ഫ്രണ്ട് ഉണ്ട്, പണ്ട് എന്നെയായിരുന്നു എടുക്കാൻ നിന്നത്, കൂടുതൽ നിന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എന്നെ അവിടെ നിർത്തി എടുത്തു പോയി വളരെ സിമ്പിളായിട്ട് പറയുന്നു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, അയ്യോ ഞാനല്ല എന്നറിയുമ്പോൾ ബാക്കി കുട്ടികളൊക്കെ. അതാ എത്ര പേരാണ് ഒരു കുട്ടിക്ക് നമ്മൾ ജീവൻ കൊടുക്കുമ്പോൾ എത്ര പേർക്കാണ് ട്രോമ കൊടുക്കുന്നത്? ഇവരൊക്കെ റിജക്ഷൻ അല്ലേ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമുക്ക് ആകെ വരുന്നത് നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ 2500+ എന്തോ വരും നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റ്. 4-4.5 വർഷം കഴിയുമ്പോഴാണ് നമുക്കൊരു ഇമെയിലാണ് വരുന്നത്, നമ്മുടെ ചൈൽഡ് റെഫറൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. നമ്മൾ നമ്മുടെ കാരയുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ മാത്രമാണ് നമുക്ക് ഉണ്ടാവുക. ആ കുട്ടിയുടെ ബ്ലഡ് റിപ്പോർട്ട് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ നാളെ നമുക്ക് അവർക്കും നല്ലൊരു ജീവിതം കൊടുക്കാൻ പറ്റാതെയാവും, ഉള്ള കുട്ടിക്കും നല്ലത് കൊടുക്കാൻ പറ്റാതെയാവും, നമ്മളുടെ ലൈഫും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ചിലപ്പോൾ. അപ്പോൾ അത് ആർക്കും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് ബ്ലഡ് റിപ്പോർട്ട് ഉണ്ടാവും, നമുക്കത് ഡോക്ടറെ കൊണ്ട് കാണിക്കാം. ഡോക്ടറെ അടുത്ത് ഇതെടുത്തതിന് ശേഷം നമുക്ക് 1 മാസത്തെ സമയമുണ്ട് നമുക്കിത് അപ്രൂവ് ചെയ്യാനായിട്ട്, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ. അവിടെയും റിജക്ഷൻ ഇല്ല. നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മളത് വേണ്ടാന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട, 1 മാസം വെറുതെ ഇരുന്നാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുട്ടി അടുത്ത ആൾക്ക് പോകും. അതായത് നമ്മൾ എവിടെയും റിജക്ട് ഇല്ല. റിജക്ഷൻ 4.5 years കഴിഞ്ഞിട്ടും ഏതെങ്കിലും അറ്റ് എ പോയിന്റ് ഓഫ് ടൈം വേണ്ടെന്നാണെങ്കിൽ വേണ്ട, അങ്ങനെ തന്നെയാണോ? അല്ല, ഇതിനുള്ളിൽ എപ്പോ ആണെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം, കയ്യിൽ കിട്ടുന്നത് വരെ. നമ്മൾ ലീഗലി പോയി അവിടെ നിന്ന് ആക്സെപ്റ്റ് ഈ റിക്വസ്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കുട്ടി എടുക്കുന്നത് വരെ ഏത് സമയത്തും നമുക്ക് മൈൻഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാം, ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, എല്ലാം ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയേ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആളുകളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത കിടക്കുന്നുണ്ട്, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇത്ര പ്രശ്നമാണ്. ഞാൻ പറയാം ഭയങ്കര ഹാപ്പിയാണ് അവള് വന്നതിന് ശേഷം, യാതൊരു തരത്തിലുള്ള സത്യത്തില് അതിഥി വന്നതിന് ശേഷം നോർമലി പണ്ട് തൊട്ട് പറയും അച്ഛന്മാർക്ക് പെൺമക്കളോട് ഇഷ്ടം കൂടുതലാണെന്ന് അല്ലേ, പക്ഷെ അമ്മമാർക്കാർക്ക് ഒരുക്കാനൊക്കെ ഇഷ്ടം. ഇവിടെ അതിഥി വന്നതിന് ശേഷം ധ്രുവിന് പരാതി ഉണ്ടോ ഭയങ്കര സ്നേഹക്കൂടുതലാണ് പെൺകുട്ടിയോട്? അങ്ങനെയൊന്നും. ആദ്യത്തെ വന്ന് കുറച്ച് ദിവസം നമ്മൾ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കണമല്ലോ. അതായത് നമുക്ക് ഒന്ന് മറ്റേ ബ്രസ്റ്റ് ഫീഡിങ് അല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത്, ഫോർമുലയാണല്ലോ. അപ്പം അവിടുന്ന് ഇവിടെ വന്ന് നമ്മൾ ഇവിടുത്തെ ഒരു സിസ്റ്റമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് പോയിരുന്നു. ആ ഒരു സമയത്ത് ആശാൻ ഒരു ചെറിയ രീതിയിൽ ഫീൽ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ നമ്മൾ പിന്നെ അവനെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ തുടങ്ങി, അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അവിടെയാണല്ലോ, അതായത് നമ്മൾ ഇവളെ കെയർ ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നം. പക്ഷെ ഇവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന തുടങ്ങിയപ്പോൾ അല്ല, ഇത് നോർമലി അതാണ് ഒരു പുതിയ കുട്ടി ഉണ്ടായി കഴിയുമ്പോഴും ഒരു ഫസ്റ്റ് ചൈൽഡിന് എപ്പോഴും പ്രശ്നം ഉണ്ടാകും. അപ്പോഴും നമ്മൾ ചെയ്യുന്ന സെയിം ആണ്, അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാന്നുള്ളത്. നോർമലി ആ പ്രൊസീജിയർ ഇവിടെയും നടക്കുന്നുള്ളൂ. ഈ ആൾക്കാർ എല്ലാത്തിലും നെഗറ്റീവ് കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. അതിന്റെ റീസൺ ഓക്കെ, ആദ്യത്തെ കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടി വന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചില ആൾക്കാർ എഴുതി കളയും. അങ്ങനെ എഴുതരുത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഫസ്റ്റ് ചൈൽഡിന് ഇങ്ങനെ ഒരു ഓക്കെ അയ്യോ കൂടുതൽ ഇഷ്ടം അങ്ങോട്ടാണോ എന്ന് തോന്നും. ആ സമയത്ത് അവരെ ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഇതൊരു നോർമൽ പ്രൊസീജിയർ, ഒരു കുട്ടി ഉണ്ടായിരിക്കുന്ന നോർമൽ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അത്രേ ഉള്ളൂ. വേറെ ഇതിലും ഒരു എന്താ പറയാ ഹെർക്കുലിയൻ ടാസ്ക് ഒന്നുമല്ല. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഒരു കുഞ്ഞിനെ നിങ്ങൾ വളർത്താൻ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ കൂടുതലായിട്ട് ഒന്നുമില്ല. യെസ്, ആകെ ഉള്ളത് എടുക്കാൻ പോകുമ്പോഴുള്ള കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. നമ്മൾ കുറേ പേപ്പറുകൾ നമ്മുടെ ക്ലിയർ ചെയ്യേണ്ടിയിരിക്കും. പോലീസ് വെരിഫിക്കേഷൻ പോലെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം. അവിടെ ചെന്ന് നമ്മൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമുക്ക് എവിടെ നിന്നാണോ കുഞ്ഞിനെ കിട്ടുന്നത് തിരിച്ച് വീണ്ടും അവിടെ പോയിട്ട് തന്നെ അവിടുത്തെ കോർട്ടിൽ അപ്പിയർ ചെയ്തിട്ട് നമുക്ക് മറ്റേ കോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന കോർട്ടല്ല, അവിടുത്തെ ചെറിയൊരു ഓഫീസ് റൂമിൽ ചെല്ലുന്നു. നമ്മളോട് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. കുട്ടി അത് കുഞ്ഞിനെ ഫസ്റ്റ് തന്നതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ടാണ് അത് വിളിപ്പിക്കുക. അവർ ചെക്ക് ചെയ്യും കുഞ്ഞ് നമ്മുടെ അടുത്ത് എത്രത്തോളം നന്നായി നിൽക്കുന്നു എന്നുള്ളതൊക്കെ നോക്കിയിട്ട്
നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് തരുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. വളരെ സിമ്പിളാണ്. സെയിം ബർത്ത് ഡേറ്റ് തന്നെയാണോ ആഘോഷിക്കുക? അതെ, ഓക്കെ. അത് നമുക്ക് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് അവർ മോസ്റ്റ്ലി തരിക. അത് തന്നെയാണ് നമ്മൾ ആഘോഷിക്കുക. അത്ര തന്നെ ഉള്ളൂ.